ഓഗസ്റ്റ് സിനിമാസിൻ്റെ ബാനറിൽ ഷാജി നടേശൻ അതേപോലെ തന്നെ ആക്ടറായിട്ടുള്ള ആര്യ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പടമാണ്. ഇന്നലെ റിലീസ് ചെയ്ത പടമാണ് ഗർ. മലയാളം മൂവിയാണ്. പടത്തിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് നമ്മളുടെ കുഞ്ചാക്കോ ബോബനാണ്. കുഞ്ചാക്കോ ബോബന് ഇപ്പോൾ ഒരുപാട് നല്ല നല്ല പടങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിഴൽ എന്ന് പറഞ്ഞ പടം അഭിനയിച്ചു. അതേപോലെ തന്നെ ഇപ്പോൾ നദം കേസ് ഓട് എന്ന് പറഞ്ഞ പടം അഭിനയിച്ചു. റൊമാൻറ്റിക് ഹീറോ എന്നുള്ള കൺസെപ്റ്റിൽ നിന്നൊക്കെ മാറിയിട്ട് അദ്ദേഹം പുതിയ പുതിയ വെറൈറ്റികൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. ഒരുപാട് നല്ല നല്ല പടങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി പടങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ സൂപ്പർ സ്റ്റാർസിൻ്റെ ഇടയിൽ സൈഡിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു സ്ഥാനം തെളിയിച്ചുകൊണ്ടിരിക്കണം ഒരു സമയവുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കെ ഈ ഒരു പടത്തിന് അദ്ദേഹം ഡേറ്റ് കൊടുക്കുന്നു. ആ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടം ഗർ എന്ന് പറഞ്ഞ പടം, ഗർ എന്ന ഈ ഒരു പടം ട്രെയിലറിലൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കിയ ഒരു കഥയാണ്. അപ്പോൾ ഈ പടത്തിന് കുറേ മിക്സ് മസാല സാധനങ്ങളൊക്കെ അവർ ചെയ്ത് വെച്ചിട്ട് പടം വേറെ രീതിയിലേക്ക് മാറ്റുക ചെയ്തിരിക്കുന്നത്. ഒരു ജാതി സ്പർദ്ധ, അതേപോലെ ഈ പ്രേമവും ജാതിയും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ആ ഒരു ദുരഭിമാന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന ഫാമിലിയുടെ പ്രശ്നങ്ങൾ, എത്ര കാലം പുരോഗമിച്ചാലും ജാതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല കൺസെപ്റ്റ്, മലയാളികളുടെ ആ ഒരു എന്താ പറയുക കടുംപിടുത്തം, ഈ വക കാര്യങ്ങളെ മാക്സിമം ഒരു സിനിമയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു സംഭവമാണ് ഇതിൽ നടന്നിട്ടുള്ളത്. പടത്തിൻ്റെ കഥ എഴുതിയിട്ടുള്ളത് ജയൻ, ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള ജയ് പണ്ട് ചെയ്ത പടങ്ങളാണ് എസ്ര, അതേപോലെ തന്നെ ആണും പെണ്ണും എന്ന് പറഞ്ഞ പടം ചെയ്തിട്ടുണ്ട്, ഡിബൂക്ക് എന്ന് പറഞ്ഞ പടം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 4ാമത്തെ പടമാണ് ഈ ഗർ എന്ന് പറഞ്ഞ പടം. ആ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടം ബേസിക്കലി ഇതിനകത്ത് നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് നമ്മുടെ കുഞ്ചാക്കോ ബോബനാണ്. കുഞ്ചാക്കോ ബോബൻ്റെ പേരായിട്ട് അഭിനയിച്ചത് അനഘ, ഭീഷ്മർവത്തിലൊക്കെ അഭിനയിച്ച ലേഡിയാണ്. നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ജു പിള്ള ഉണ്ട്. അതേപോലെ നായകനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു റോള് തന്നെ, ഒരു പ്രധാനപ്പെട്ട റോള് തന്നെ ഈ കാഴ്ച ബംഗ്ലാവിൻ്റെ ഒരു കെയർ ടേക്കറായിട്ട് അഭിനയിക്കുന്ന ആളാണ് നമ്മളുടെ സുരാജ് വെഞ്ഞാറമൂട്. ഹരിദാസ് എന്ന ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ശ്രുതി രാമചന്ദ്രനുണ്ട് പടത്തിൽ. പിന്നെ തിലകൻ്റെ മകനായിട്ടുള്ള ശോഭി തിലകനുണ്ട്. അങ്ങനെ അത്യാവശ്യം ക്യാരക്ടേഴ്സൊക്കെ പടത്തിലുണ്ട്. പടം ബേസിക്കലി പണ്ട് കാലത്ത് ഇറങ്ങിയിട്ടുള്ള മൈഡിയർ കരടി, നമ്മളുടെ കലാഭവണി നായകനായിട്ട് അഭിനയിച്ച മൈഡിയർ കരടി, അതേപോലെ തന്നെ ബിജു മേനോൻ നായകനായിട്ട് അഭിനയിച്ച 5 വർഷം മുമ്പ് റിലീസ് ചെയ്ത ഷെർലക് ടോംസ് എന്ന പടം, ഈ 2 പടത്തിൻ്റെയും ഒരു സങ്കരം, ഒരു മിക്സപ്പാണ് ഈ പടം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയത്. ബേസിക്കലി കഥയുടെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയ നൈരാശ്യം മൂത്ത്, അത് ജാതിയുടെ പ്രശ്നം കാരണം, കല്യാണം നടക്കാത്തത് കാരണം കുഞ്ചാക്കോ ബോബൻ പ്രണയ നൈരാശ്യം മൂത്ത്. അത് കുഞ്ചാക്കോ ബോബൻ്റെ ക്യാരക്ടറിൻ്റെ പേര് റെജിമോൻ നാടായിരുന്നാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഈ പ്രണയ നൈരാശ്യം മൂത്തിട്ട് നേരെ മദ്യപിച്ചിട്ട് കാഴ്ച ബംഗ്ലാവിലേക്ക് ലക്കും ലഗാനില്ല അത് എടുത്തു ചാടുന്നതാണ്. എടുത്ത് ചാടുന്നത് ഒരു സിംഹത്തിൻ്റെ മടയിലാണ്. സിംഹം അദ്ദേഹത്തിനെ കടിച്ചു കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് അവിടുത്തെ ഒരു കെയർ ടേക്കറായിട്ടുള്ള, പിന്നെ തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവിലെ ഒരു കെയർ ടേക്കറായിട്ടുള്ള നമ്മളുടെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഹരിദാസ് എന്ന ക്യാരക്ടർ. അപ്പോൾ അദ്ദേഹത്തെ അവിടുന്ന് ആ സിംഹത്തിൻ്റെ അടുത്ത് നിന്ന്, സിംഹത്തിൻ്റെ പിന്നെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതും, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് ഈ പടത്തിൽ ഒരു ദൃശ്യവൽക്കരിക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുള്ളത്. പടം തുടങ്ങുന്ന സമയം തന്നെ നമ്മളെ ചെറുതായിട്ടൊക്കെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നു തോന്നുമെങ്കിലും ബാക്കി ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പടം ടോട്ടലി പ്രൊഡിക്റ്റബിൾ ആണ്. അത് പ്രത്യേകിച്ചായിട്ട് ഒന്നും അതിനകത്ത് പുതുതായിട്ടൊന്നും കാണിക്കാനില്ല. കാണിച്ച സീനുകളെ തന്നെ വീണ്ടും തലങ്ങും മറിഞ്ഞും തിരിച്ചും മറിച്ചൊക്കെ കാണിച്ച് പടം നമ്മളെ ടോട്ടലി എന്താ പറയുക ഔട്ട് ഓഫ് കൺട്രോൾ ആക്കി മാറ്റി മൊത്തം വെറുപ്പിക്കുന്ന രീതിയിലാണ് ഈ പടത്തിൻ്റെ ഒരു ഔട്ട്ലുക്ക് നമുക്ക് തരുന്നത്. പടം പതുക്കെ തുടങ്ങുമെങ്കിലും നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു പടത്തിൽ വേറെ പല കാര്യങ്ങളും ഇൻട്രസ്റ്റിംഗ് എലമെൻറ്റ്സ് ഒക്കെ വരുന്ന ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണിക്കാനില്ല. ഈ ഒരു ദുരഭിമാന പ്രശ്നം, ജാതി പ്രശ്നം, അത് പ്രണയ പ്രശ്നം, ഈ കാര്യങ്ങൾ തന്നെ വീണ്ടും കാണിക്കുകയും പ്രത്യേകിച്ച് ഒന്നും ഇതിനകത്ത് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ ഇതിനകത്തുള്ള ഈ സിംഹമായിട്ട് കാണിക്കുന്നതിന് ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവകാശപ്പെടുന്നത്, പടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവകാശപ്പെടുന്നത് വലിയ സംഭവം പോലെ, ഈ പടത്തിൽ ഞങ്ങൾ സിംഹത്തെ ഉപയോഗിച്ചിട്ടില്ല, സിംഹത്തിനോട് ക്രൂരത ചെയ്തിട്ടില്ല, ഞങ്ങൾ ഗ്രാഫിക്സിൻ്റെ സഹായത്തോടെയും അതേപോലെ ഡമ്മിയുടെ സഹായത്തോടെയുമാണ് സിംഹത്തെ ദൃശ്യവൽക്കരിച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു അക്നോളജ്മെൻറ്റ്, ഒരു ഡിസ്ക്ലൈമർ എന്ന രീതിയിൽ അവർ കൊടുത്തിരിക്കുന്നത് പടം തുടങ്ങുന്നതിന് മുന്നേ. പക്ഷേ നമുക്കിത് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എന്തിനാണ് അവരത് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാവണില്ല. പക്ഷേ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്കിത് ഒറിജിനൽ സിംഹമായിട്ട് തോന്നില്ല. അത്രക്കും മോശമായിട്ടാണ് ആ രീതിയിൽ ആണ് ഈ പടത്തിൽ സിംഹത്തിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഡമ്മി സാധനം അങ്ങോട്ട് കൊണ്ട് നടന്നു പോകണ മാതിരി തോന്നുന്നല്ലാതെ ആ സിംഹവുമായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഒരു എന്താ പറയുക ലോ ലെവലിൽ ഒരു
ഷോർട്ട് ഫിലിമൊക്കെ എടുത്തു വെക്കണ പോലുള്ള ആ ഒരു ഫീൽ മാത്രമാണ് നമുക്ക് ഈ പടത്തിൽ നമുക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഒരു നല്ല രീതിയിലുള്ള ഒരു വർക്കൊന്നും ഈ പടത്തിൽ ചെയ്തു വെച്ച മാതിരി തോന്നുന്നില്ല. സോങ്സ് ഉണ്ട്, 3 സോങ്സുകളുണ്ട്. ആ 3 സോങ്സും കേട്ടിരിക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള, ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത രീതിയിലുള്ള സോങ്സാണുള്ളത്. BGMഉം പറ്റ അബദ്ധമായി എന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. ഈ പടം അവസാനിക്കുന്നത് തന്നെ ഒരു പാട്ടൊക്കെ വെച്ചിട്ടാണ്. അതും വലിയ രീതിയിലൊന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാട്ടൊന്നും അല്ലതാണ്. 2 മണിക്കൂറേ ആകെ പടം ഉള്ളൂ എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള ഒരു സമാധാനം. 2 മണിക്കൂർ കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോരാലോ എന്നുള്ള ഒരു സമാധാനം നമുക്കുണ്ട്. കാരണം അതിൽ കൂടുതൽ ഈ ടോർച്ചർ നമുക്ക് സഹിക്കേണ്ടതില്ലല്ലോ. 2 മണിക്കൂർ മാത്രമല്ലേ സഹിക്കേണ്ടതുള്ളൂ എന്നുള്ളത് മാത്രം നമുക്ക് സമാധാനിക്കാം. ഒരിക്കലും ഇത് തിയേറ്ററിൽ പോയിട്ടൊന്നും കാണാൻ വർത്തായിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ടൈമുണ്ട്. വേറെ എല്ലാ പടങ്ങളും, ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ മലയാള പടങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് പഴയ പടങ്ങൾ എടുത്ത് കാണാനാണ് നല്ലതെന്ന് തോന്നുന്നില്ല എങ്കിൽ പുതിയ എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന് മാത്രമാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഈ പടത്തിനൊന്ന് തലവെച്ച് കൊടുക്കുന്നതിന് തെറ്റില്ല. അതും തിയേറ്ററിൽ പോയിട്ടൊന്നും കാണേണ്ടതുമില്ല. മൊബൈലിലൊക്കെ വന്നാൽ മാത്രം കാണേണ്ട കാര്യമേ ഉള്ളൂ. അത്രക്കും വರ್ತല്ലാത്ത രീതിയിലാണ് ഇത് പടം എടുത്തു വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആ പടത്തിൻ്റെ ടോട്ടൽ സ്കോർ പറയുകയാണെങ്കിൽ ഒരു 2 to 2.5 ഔട്ട് ഓഫ് 10, 2-2.5 മാർക്ക് കൊടുക്കാം നമുക്ക് 10-ൽ. അത് മാത്രമാണ് തോന്നുന്നത്. ബിലോ ആവറേജ് മൂവി മാത്രമാണ്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിമിൽ ഒതുക്കേണ്ടിയിരുന്ന 30 മിനിറ്റിൽ കുറയാത്ത അല്ലെങ്കിൽ കൂടാത്ത ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് ഫിലിം, അതിൽ ഒതുക്കേണ്ടിയിരുന്ന മാക്സിമം 30 മിനിറ്റ് ആ രീതിയിൽ ഒതുക്കേണ്ടിയിരുന്ന ഒരു ഷോർട്ട് ഫിലിമിനെ പിടിച്ച് വലിച്ചു നീട്ടി റബ്ബർ ബാൻഡ് പോലെ ആക്കി എങ്ങനെയൊക്കെയോ സ്ട്രെച്ച് ചെയ്തിട്ട് അവർ 2 മണിക്കൂർ പടച്ചു വിട്ട് ഒരു സിനിമ എന്ന രൂപത്തിൽ എത്തിച്ച് തിയേറ്ററിലേക്ക് കൊടുത്തു വിടുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഹോംവർക്ക് ഈ പടത്തിൽ ചെയ്ത മാതിരി തോന്നുന്നില്ല. ചാക്കോച്ചൻ എന്തിനീ പടത്തിൽ തലവെച്ച് കൊടുത്തു എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. അതേപോലെ സുരാജ് വെഞ്ഞാറമ്മൂട് നല്ല നല്ല ക്യാരക്ടേഴ്സ് റോളുകളൊക്കെ ചെയ്തു വെച്ചിട്ട് അങ്ങനെ ഒരു പുതിയ ഒരു രീതിയിലേക്ക് ആയി വരുന്നൊരു സമയമായിരുന്നു. അദ്ദേഹം വീണ്ടും പഴയ പോലെ തന്നെ ആയി മാറിയോ എന്നുള്ള രീതിയിലത്തെ സംശയം വരുന്ന രീതിയിലാണ് ഈ പടത്തിലെ ഓരോ ചെയ്തികളും നമുക്ക് കാണുന്നത്. പടം ടോട്ടലി നമുക്ക് കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ ഏതോ ദിശയിലാക്കാണ് പോകുന്നത്. പ്രേക്ഷകർ ഒട്ടും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പോലും ഇതിനകത്ത് എൻഗേജ് ചെയ്യേണ്ട ഒരു കാര്യവും ഇതിനകത്ത് ചെയ്തു വെക്കാനായിട്ട് കഴിഞ്ഞിട്ടുമില്ല. ടോട്ടലി പ്രൊഡിക്റ്റബിൾ ആയിട്ടുള്ള അതിനകത്ത് ക്ലീഷ പോലുള്ള ക്ലൈമാക്സ് സീനുകൾ എല്ലാം ഒട്ടും ഒരു ഹോംവർക്കൊന്നും ചെയ്യാത്ത രീതിയിൽ തട്ടിക്കൂട്ടി ഒപ്പിച്ചു വെച്ച ഒരു ബിലോ ആവറേജ് പടം മാത്രമാണ് ഗർ.